ഇനിയിപ്പോ പോണെങ്കിൽ പോട്ടന്റെ ഉസ്താദെ പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. മനീഷ മനീഷ ചന്ദ്ര പിന്നെ കൊയിലാളാ ഉസ്താദ് വന്നാട്ടെ. വെരി സാഡ്. ഓക്കെ ശരി. ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. ഹലോ എന്തേ ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി എന്ന് വെച്ചപ്പോ ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുന്നത്. എന്താ അമ്മായി പറയുന്നേ? ബേസിക് ആയിട്ട് കൾച്ചർ ഉള്ള ഒരു മനുഷ്യൻ ആളറിഞ്ഞാലും ആളറിഞ്ഞില്ലെങ്കിലും മര്യാദ വിട്ട് പെരുമാറില്ല. നിങ്ങളുടെ പ്രശ്നം എന്താ? അതാ ഞാൻ പറഞ്ഞു മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ ആ പരിപാടി. വൃത്തികെട്ടവൻ തെണ്ടി. ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ ആ പരിപാടി. അങ്ങനെയൊന്നുമല്ല. അയ്യേ ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ഇങ്ങനെ ഒരുത്തന്റെ കൂടെ നടന്നിട്ട് മാനവും കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞത് മുജ്ജന്മ സുഹൃതം. അല്ലേ ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ ഇന്ന് പരിപാടി? ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. ഇവിടെ നിന്ന് എന്റെ കൺട്രോൾ തെറ്റി സാറ് പോയിക്കോ. എന്തിനാ ഇത്ര തൂക്കുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണേ? ഇവനൊക്കെ കൊണ്ടുപോയി കൂച്ചിട്ടുണ്ട്. ഇവനല്ലെങ്കിൽ ഇതിനെ കൂലി വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കറങ്ങണത്. എടാ മാരുതി നീ പോടേ, പല കൂലി കിടന്ന ജോലിക്ക് പോടേ. അത് മട്ടും சொல்லாதுங்க. നാമെല്ലാം മനിത ജാതി. മനുഷ്യനെ ഉദവിദാനം ചെയ്യണം. ഇതിപ്പോ അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന അവൾ ശരിയാക്കാം. ഹസ്ബൻഡ് ഒന്ന് പോട്ടെ. അല്ല ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് പിഷു ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. ശരിയാവും, ഞാൻ നോക്കോളാം. ശരി ഓക്കെ ശരി. സഖാക്കൾ വെറുതെ ഇരിക്കുന്നത് കരുതുന്നുണ്ടോ? അങ്ങ് AKG സെന്ററിലെ വിദൂഷകർ വരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തിറങ്ങി. ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഫെമിനിസ്റ്റുകളൊക്കെ കഴിഞ്ഞ കുറെ കാലത്തിന് ശേഷം മറ്റൊരു മാങ്കൂട്ടത്തെ കിട്ടിയതിന്റെ ആവേശത്തിലാണ്. അവർ പുറത്തിറക്കിയിരുന്ന പോസ്റ്ററാണിത്. രമേശ് മാങ്കൂട്ടത്തിൽ എന്നാണ്. ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക.